ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് കുറയുകയും മെറ്റബോളിസം തടസ്സപ്പെടുകയും ചെയ്യുന്നതിനാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നല്ല ചൂടുള്ള ഈ സമയത്ത് നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതിനേക്കാൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് നമ്മളിൽ നിന്നും ലോസ് ആകുമ്പോഴാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. സോ ഇതിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. അത്താഴത്തിനും ഇഫ്താറിനും ഇടയിലായി 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുക. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അത് ബോഡി പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇഫ്താറിന്റെ കൂട്ടത്തിൽ ഒരു മെനുവായി സൂപ്പ് ആഡ് ചെയ്യുക. കൂടാതെ ധാരാളം വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായി കഴിക്കുക. അതായത് വാട്ടർമെലൺ, കുക്കുംബർ, ഗ്രേപ്സ്, ടൊമാറ്റോ മുതലായവ നമുക്ക് ആഡ് ചെയ്യാം. അമിതമായ ഉപ്പോ മധുരമോ അടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ദാഹം കൂടുകയും വെള്ളം കുടിക്കാനുള്ള ഏർജ് ഉണ്ടാവുകയും ചെയ്യും. സോ അത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നിയന്ത്രിക്കുന്നതും നല്ലതായിരിക്കും. കഫെയിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഡയൂറേറ്റിക് ആക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. സോ അത് നമ്മുടെ ബോഡിയിൽ കൂടുതൽ യൂറിനേഷൻ ഉണ്ടാക്കുകയും ഡീഹൈഡ്രേഷന് കാരണമായി തീരുകയും ചെയ്യുന്നു. പുകയില ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക എന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാരണം അത് നമ്മുടെ മൗത്ത് ഡ്രൈ ആക്കുകയും അതിലൂടെ ദാഹം കൂട്ടുകയും ചെയ്യുന്നു. കഠിനമായ ചൂടും കുറെ നേരം വെയിലത്ത് നിന്നുകൊണ്ടുള്ള ജോലിയും നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആക്കുകയും വല്ലാതെ തളർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചവെയിൽ വരുന്നതിന് മുമ്പും ഇഫ്താറിന് ശേഷവും അത്തരം എക്സ്പോഷർ ഉണ്ടാകുന്ന ജോലികളും എക്സസൈസുകളും ചെയ്യാനായി ശ്രദ്ധിക്കുക.